നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ശലഭങ്ങൾ സഹവാസ ക്യാമ്പ് സമാപിച്ചു. മലമ്പുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം NSS യൂണിറ്റ് സംഘടിപ്പിച്ച ദ്വിദിന സഹവാസ ക്യാമ്പ് ശലഭങ്ങൾ അവസാനിച്ചു. NSS ക്യാമ്പിലെ ഒന്നാം ദിനം രാവിലെ 9 മണിക്ക് സ്കൂൾ ഹെഡ് മിസ്ട്രസ് O. സ്വപ്നകുമാരി പതാക ഉയർത്തിക്കൊണ്ട് ക്യാമ്പിന് തുടക്കം കുറിച്ചു. VHSC വിഭാഗം പ്രിൻസിപ്പൽ K. ശ്രീലേഖ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ T. വിനീത ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പ് പ്രൊജക്റ്റുകളായ സമം ശ്രേഷ്ഠം വയനാട് ഒരുക്കം എന്നിവ ക്യാമ്പിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. സമം ശ്രേഷ്ഠം പ്രൊജക്റ്റിൻ്റെ ഭാഗമായ ജെൻഡർ പാർലമെൻറ്റ് സ്കൂൾ കൗൺസിലർ സ്മിതയുടെ നേതൃത്വത്തിൽ നടന്നു. സ്കൂൾ വയനാട് ഒരുക്കം പ്രൊജക്റ്റ് ഭാഗമായി വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി സംസ്ഥാന NSSL 150 വീടുകൾ വെച്ചു നൽകുന്നതിനുള്ള വിഭവ സമാഹരണത്തിനായി സ്കൂൾ തന്നെ അധ്യാപകർ തയ്യാറാക്കിയ പാൽപ്പായസം നാട്ടുകാർക്കായി വിൽപ്പന നടത്തി. ഉച്ചയ്ക്ക് ശേഷം മലമ്പുഴ ഫാൻറ്റസി പാർക്കിന് സമീപമുള്ള കൃപാസദൻ വൃദ്ധമന്ദിരം വാളണ്ടിയേഴ്സ് സന്ദർശിക്കുകയും അവിടെയുള്ള വൃദ്ധജനങ്ങൾക്കൊപ്പം അല്പസമയം ചെലവഴിക്കുകയും ചെയ്തു. തുടർന്ന് 7 മണിക്ക് മന്തക്കാട് ജംഗ്ഷനിൽ സമം ശ്രേഷ്ഠം പ്രൊജക്റ്റിൻ്റെ ഭാഗമായ സമത്വ ജ്വാല തെളിയിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. രണ്ടാം ദിവസം രാവിലെ യോഗയും പ്രഭാത സവാരിക്കും ശേഷം ക്യാമ്പ് അവസാനിച്ചു. വളരെ ഉപകാരപ്രദവും സന്തോഷകരവുമായിരുന്നു ഈ ക്യാമ്പെന്ന് ക്യാമ്പ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. വളരെ അച്ചടക്കത്തോടും കൃത്യനിഷ്ഠതയോടും കൂടി ക്യാമ്പ് നടത്താൻ കഴിഞ്ഞുവെന്ന് കോർഡിനേറ്ററും ഇതിൻ്റെ പ്രവർത്തകരും അഭിപ്രായപ്പെട്ടു. ഇത്തരം ക്യാമ്പുകൾ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണെന്നും മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും ഉതകുന്ന രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാനും ഈ ക്യാമ്പ് ഉപകാരപ്രദമായെന്നും സംഘാടകർ അറിയിച്ചു. ഇത്തരം ക്യാമ്പുകൾ ഇനിയും സംഘടിപ്പിക്കണമെന്ന് ക്യാമ്പിൽ പങ്കെടുത്തവരും സംഘാടകരും അഭിപ്രായപ്പെട്ടു.